എപ്പോഴും കേട്ട കാര്യമാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ സെലിബ്രിറ്റീസിന്റെ കേൾക്കാൻ എപ്പോഴും ആളുകൾക്ക് ഇഷ്ടമായിരിക്കും. അതിൽ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയം, കല്യാണം, അതൊക്കെ ഏത് കാലത്തും നമ്മള് പറക്കുന്തളിക സിനിമ പറഞ്ഞു ആൾക്കാർക്ക് അത് കേൾക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ നമുക്ക് ഓർമ്മിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. സോ എങ്ങനെയായിരുന്നു ഈ ഫ്ലൈറ്റിൽ എപ്പോൾ പോയി ഇപ്പൊ ആര് ക്രോസ് ചെയ്തു? കാരണം ഞങ്ങളൊക്കെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇതുവരെ പൈലറ്റിനെ അങ്ങനെ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ വെച്ച് അവരെ കാണാൻ പറ്റില്ല. നമ്മൾ പറയില്ല, ഒരു യോഗാണ് അതൊക്കെ, യോഗം. നമ്മളുടെ യോഗമാണ്. അതാ എന്റെ യോഗ ആയിരുന്നു. അപ്പം അങ്ങനെ സംഭവിച്ചു. അതായത് കുട്ടി എവിടുന്ന് എവിടേക്ക് പോവായിരുന്നു? ചെന്നൈന്ന് കോഴിക്കോടേക്ക് വരുമായിരുന്നു. ചെന്നൈക്ക് കോഴിക്കോട്, ആ വളരെ നിസ്സാരമായ എനിക്ക് തോന്നുന്നു ഒരു മാസത്തില് ഞാനൊരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും. അതെ. അപ്പൊ ഈ 10 പ്രാവശ്യം അവിടെ ഒരു 300 ക്രൂ ഉണ്ടാവും. ആ 10 പ്രാവശ്യം ആള് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ പോയ സമയത്ത് ഫ്ലൈറ്റ്, ഈ പൈലറ്റ് തന്നെ ഫ്ലൈറ്റ് ഓടിക്കുന്ന ആളല്ലേ? അല്ലല്ല, ആള് പൈലറ്റ് അല്ല, ആള് ഫ്ലൈറ്റ് സ്റ്റുവാർഡ് ആണ്. ഓ, അത് ശരി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പൈലറ്റ് അങ്ങനെ കാണില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചത്. ഓക്കെ. അപ്പൊ ഈ 10 പ്രാവശ്യം അങ്ങനെ ഒരാളെ തന്നെ കണ്ടു. അപ്പൊ ഇങ്ങനെ കണ്ണും തമ്മിൽ കണ്ടുമുട്ടി, കോർത്തിണക്കി, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നിത്യക്ക് അത് ആലോചിക്കുന്നത് ഇഷ്ടമല്ലാത്ത അങ്ങനെയൊന്നല്ല. ഇപ്പൊ നമ്മളിപ്പോ ഇതൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ കേൾക്കില്ലേ, അന്നൊക്കെ രസമായിരുന്നു. ഇന്ന് പറയുമ്പോ ഒരു മാതിരി രസമില്ല. ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? ആള് തന്നെയാണ്. ആൾക്ക് മലയാളം അറിയില്ലല്ലോ? ഇല്ല, ഇപ്പോഴും പഠിച്ചിട്ടില്ല. കുറച്ച് പഠിപ്പിച്ച് കൊടുത്തിട്ടില്ല. കുറച്ച് ഇത് എനിക്ക് തോന്നുന്നു വേണ്ടായിരുന്നു, പഠിപ്പിക്കണ്ടായിരുന്നു. അതെ, അതാണ് മനഃപൂർവ്വം ഇനി ബാക്കിയുള്ളത് പഠിപ്പിക്കാതിരിക്കുന്ന. ഇപ്പൊ പഠിപ്പിക്കാറില്ല, കാരണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഉള്ള സമാധാനം കൂടി നമ്മൾ പറയുന്നൊക്കെ മനസ്സിലാവല്ലോ ആൾക്ക്. ഇപ്പൊ നിങ്ങളുടെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻലി ഏത് ഭാഷയിലാണ്? ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്, അതിൽ തന്നെയാണ് മലയാളം അങ്ങനെ വീട്ടിലെ കുട്ടികളും അങ്ങനെ അവരുമായിട്ടൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഞാൻ മക്കളോട് മലയാളമാണ് പറയാ, മക്കൾ എന്നോട് മലയാളമാണ് പറയാ. അത് മാത്രം നിർബന്ധമുണ്ട്. ബാക്കി ഞങ്ങൾ തമ്മിലുള്ള ഇതൊക്കെ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഓ, അങ്ങനെ. അപ്പൊ മൊത്തത്തിൽ മലയാളം വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ മലയാളം സംസാരിക്കത്തുള്ളൂ. അതെ. ഈ ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കുന്ന അല്ലെങ്കിൽ കേട്ട കാര്യം എന്നൊക്കെ പറഞ്ഞാൽ, നമ്മളിങ്ങനെ പഞ്ചാബി ഒരാളെ കല്യാണം കഴിച്ചു, അപ്പൊ നമ്മള് നേരെ പഞ്ചാബിലേക്ക് പോയി താമസം മാറുന്നു, അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ നിങ്ങള് ജമ്മുവിലാണ് ഷിഫ്റ്റ് ചെയ്തത്. അദ്ദേഹം പഞ്ചാബിൽ ജനിച്ചു വളർന്ന ആളാണോ? ഷിഫ്റ്റ് അല്ല, ആള് ബേസിക്കലി ഫ്രം ജമ്മു ആണ്, പക്ഷെ പഞ്ചാബിയാണ്. ബോൺ ആൻഡ് ബോട്ട് അപ്പ് ജമ്മു ആണ്. പക്ഷെ ജമ്മു എന്ന് പറഞ്ഞാൽ ജമ്മു കൾച്ചർ എന്ന് പറഞ്ഞാൽ പഞ്ചാബി കൾച്ചറാണ്. അങ്ങനെ അവര് ശരിക്കും ദോഗ്രാസ് ആണ്. ദോഗ്ര എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഞ്ചാബിയും ദോഗ്രയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, തിരുവനന്തപുരം മലയാളം കോഴിക്കോട് മലയാളം തമ്മിലുള്ള വ്യത്യാസമുള്ള ആ ഒരു സ്ലാങ്ങും കുറച്ച് വാക്കുകളും ബേസിക്കലി ദേ ആർ പഞ്ചാബി. അതെ, അത്രേ ഉള്ളൂ. ഈ അവര് പഞ്ചാബിൽ താമസിക്കുന്ന ആള് ജമ്മുവിൽ താമസിക്കുന്നു എന്നൊക്കെ പറയുന്നത്, പഞ്ചാബ് അവര് ബോർഡർ തന്നെയാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാഗർകോവിൽ തിരുവനന്തപുരം പോലെ ആ ഒരു ഇതാണ് പിടികിട്ടി ടെക്നിക്ക്, അതാണ് സംഭവം അല്ലേ? ശരി. അപ്പൊ അങ്ങനെയാണ് പഞ്ചാബ് ഇതുകൂടെ. പക്ഷെ ഈ സിഖ് ആണോ സിംഗ് ആണോ? സിഖ് എന്ന് പറയുന്നത് ടർബൻ വെച്ച ആൾക്കാരെ നമ്മൾ സിഖ് എന്ന് പറയാ. സിംഗ് എന്ന് പറയുന്നത് സാധാ. അപ്പൊ ഹർഭജൻ സിംഗ് എന്ന് നമ്മൾ പറയണതോ? ഹർഭജൻ സിംഗ് ആക്ച്വലി സിഖ് ആണ്. ഫ്രം സിഖ് ഫാമിലി. ആ ടർബൻ വെക്കുമല്ലോ, അവരൊക്കെ സിഖ് ആണ്. അവര് ഗുരുദ്വാരയാണ്. യുവരാജ് സിംഗും ഹർഭജൻ സിംഗുമാണ്. യുവരാജ് സിംഗ് എനിക്ക് തോന്നുന്നത് സിഖ് തന്നെയാണോ തോന്നുന്നു. ടർബൻ വെച്ചിട്ടില്ല, എടുത്തതായിരിക്കും അങ്ങനെ എനിക്ക് തോന്നണത്. എനിക്കറിയില്ല. ഭഗത് സിംഗ് സിഖ് ഓഫ് കോഴ്സ് ടർബൻ വെച്ചില്ലേ. ഈ സിഖും സിംഗും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നു പല മലയാളികൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. സിംഗ് എല്ലാം സിഖ് ആയിക്കൊള്ളണമെന്നില്ല. അതാണ് നോട്ട് ദ പോയിന്റ്. സിഖ് എല്ലാം സിംഗ് ആയിക്കൊള്ളുന്നില്ല, പക്ഷെ സിംഗ് എല്ലാം സിഖ് ആവാം അല്ലേ? സിഖ് സിംഗ് ആയിക്കൊള്ളണമെന്നില്ല. ഈ സിംഗ് വരുന്ന പേരൊന്നും സിഖ് ആവണമെന്നില്ല. പക്ഷെ ഈ സിഖില് എല്ലാവർക്കും ഒരു സിംഗ് ഉണ്ടാവും പേര്. എല്ലാത്തിനും സിംഗ് വെക്കും. പക്ഷെ ഇവരുടെ ശരിക്കുള്ള പേര് അരവിന്ദ് സിംഗ് ജംവാൽ ആണ്. ജംവാൽ എന്ന് പറയുന്നത് അവരുടെ കാസ്റ്റ് ആണ്. ഓക്കെ. ഇത് ഭയങ്കര ഒരു നമ്മള് മൂലങ്കർഷമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഒറ്റ എപ്പിസോഡിൽ പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ സംശയങ്ങൾ കൂടുന്തോറും കൺഫ്യൂഷൻസ് കൂടും. അവിടുത്തെ എല്ലാം കുറെ കൾച്ചേഴ്സ് ഒക്കെ ഭയങ്കര വ്യത്യാസമുള്ള കൾച്ചറാണ്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തു? അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ആളുടെ ബ്രദറിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കൊക്കെ ഇങ്ങനെ വെള്ളം തരുമല്ലോ. എന്തോ നമ്മളൊരിക്കലും നമുക്ക് ഇവിടെ അമ്പലത്തിൽ നിന്നല്ലേ വെള്ളം തരുന്നത്. നമ്മളത് കുടിച്ച് തലയിലൊക്കെ ആക്കി മോൾ എന്നോട് പറഞ്ഞു, അമ്മ ഇതിനൊരു ഉപ്പുചവയുണ്ട്. ഞാൻ ഇല്ല, തോന്നിയതാണെന്ന്. പിന്നെ എന്തോ ഒരു പച്ച സ്ഥാനം തന്നു, അതെല്ലാവരും തേക്കുന്നു, ഞങ്ങളും തേച്ചു. പിന്നെയാണ് അറിഞ്ഞത് തന്നത് ഗോമൂത്രമായിരുന്നു, ചാണകമായിരുന്നു. മോള് പറഞ്ഞു ഇവിടുന്നുള്ള കല്യാണം എനിക്ക് വേണ്ട. അപ്പൊ അവര് ഈ ഗോമൂത്രം കിട്ടുമ്പോ അവരെന്ത് ചെയ്യും? അവര് കുടിക്കും. നമ്മള് അറിഞ്ഞോണ്ട് കുടിച്ചതല്ല. ഈ പച്ചസാനം ചാണകം മുഖത്ത് അവര്
എന്താന്ന് എനിക്കും അറിയില്ല. അവര് തേച്ചു, അവര് തേക്കുന്നുണ്ട്, ഞാനും അങ്ങനെ തേച്ചു. ചാതകത്തിന് സ്മെല്ലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല തന്നപ്പോ? ഇല്ല, എനിക്കൊന്ന് കുറച്ച് അവരിങ്ങനെ എന്തെങ്കിലും അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഹൽദി അങ്ങനെ കുറെ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടോ. ചിലപ്പോ അതായിരിക്കാം ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം അല്ലേ? ചാണകം, ഗോമൂത്രമായിരിക്കും. ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴും ആണെങ്കിൽ അത് ഉള്ളിൽ ചെല്ലുമ്പോ ഒരു ഇത് കിട്ടും. അയ്യോ, അതിനുശേഷം ഞാൻ പിന്നെ സാധനം തന്ന ഞാൻ കുടിക്കലില്ല. ഈ മൊത്തത്തിൽ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് നമ്മൾ കുറച്ചൊരു സമയത്തൊക്കെ എല്ലാം പഠിച്ചും മനസ്സിലാക്കി വരാനുള്ള ഒരു ടൈം എടുക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, ഒരു റുട്ടീൻ ചേഞ്ച് ആവുന്നതും അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവരുടെ ഒരു ശീലം അവർക്ക് എപ്പോഴും തട്ടയിടണം. നമുക്കത് ശീലമില്ലല്ലോ. പഞ്ചാബി അവർക്ക് വലിയ ആൾക്കാർ വന്ന് അപ്പടണം, തട്ടം, അപ്പ പോണം, കാല് പിടിക്കണം. ഈ രണ്ടും നമ്മൾ ശീലിച്ചിട്ടില്ലല്ലോ. നമ്മളിപ്പോ ഇവിടെ വലിയ ആൾക്കാർ ആര് വന്നാലും അവരെ കാലിൽ വീണോ. എനിക്ക് മറന്നു, നമുക്ക് ശീലമില്ലാത്തോണ്ട്. പിന്നെ നമ്മള് അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ വിളിക്കുമ്പോ ഹഞ്ചി എന്ന് പറയണം. അല്ലെങ്കിൽ ഞങ്ങളുടെ കോഴിക്കോട് അതാണ് പറയാ. അവിടെ അത് ഭയങ്കര ദേഷ്യ. അവിടെ ഹഞ്ചി അങ്ങനെ പറയണം. റെസ്പെക്ട് ഇല്ലാണ്ട് അവിടെ വിളി കേൾക്കുന്ന ഇതാണ് ഇപ്പൊ ഞാൻ വിളിച്ച് കേൾക്കുന്ന വിളിയാണത്. അവരെന്നെ നിത്യാന്ന് വിളിക്കുമ്പോ എന്ന് വിളിക്കുമ്പോ ഭയങ്കര ദേഷ്യ. അപ്പൊ ഹാൻജി, ബോൽജി, ബോലോജി, ബോലോജി, ആയേജി, അതിനൊന്നും ജി വന്നില്ലെങ്കിലും പ്രശ്നം. എല്ലാത്തിനും കൂടെ ജി ഒക്കെ ചേർക്കണം, അല്ലെങ്കിൽ നല്ല പെട കിട്ടും. അപ്പൊ അതാണ് അവിടുത്തെ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. മെയിൻ ആയിട്ട് ഭക്ഷണം എങ്ങനെ ഹാൻഡിൽ ചെയ്തു? നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമായിരുന്നോ? എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നു. എനിക്ക് എന്റെ കോഴിക്കോടൻ ഭക്ഷണമാണ് ഇഷ്ടം. പാലക് പനീർ മട്ടർ ഓക്കെ, വൺസ് ഇൻ ബ്ലൂ മൂൺ എല്ലാം ഓക്കെയാണ്. പക്ഷെ എനിക്ക് നമ്മുടെ ഭക്ഷണമാണ് ഇഷ്ടം, കോഴിക്കോടത്തെ. അപ്പൊ അതെന്ത് ചെയ്തു? അതിങ്ങനെ ഡെയിലി അമ്മേനെ വിളിച്ച് കറിയും. അപ്പൊ അമ്മ ചോദിക്കും, പ്രേമിക്കുമ്പോ ആലോചിക്കാതെ എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ നീ പ്രേമിച്ചത്. ഞാൻ അവരെ നമ്മളെ ഭക്ഷണം കഴിപ്പിച്ച് ശീലിപ്പിച്ചു. അപ്പൊ ഏതെങ്കിലും മലയാളി പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള നോർത്ത് ഇന്ത്യൻസ് ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഞങ്ങൾ ആ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ വിചാരിക്കണ്ട. വെള്ളയപ്പം സ്റ്റൂവും കഴിപ്പിക്കും.